ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പ്രത്യേക ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണെന്നും ബാങ്കിങ് ട്രാൻസാക്ഷന്റെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ രീതികൾ ഏതൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെയുള്ള ഈ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നിങ്ങൾ എഴുതി എടുക്കുക. അതിനുശേഷം ഇതിന്റെ ആൻസർ നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് വെക്കുക. ഓരോരുത്തരും കൃത്യമായിട്ട് ഇത് നോട്ടിലേക്ക് മാറ്റി എഴുതുക. ക്ലിയർ? ഇത് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരിട്ട് ആൻസർ ചെയ്യുന്നതിലേക്ക് പോകാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജൻ. രാജൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ കടത്തിന് സാധനം മേടിച്ചു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3000 രൂപയുടെ സാധനമാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൽ പുതുമയുള്ളത് ഒന്നും തന്നെ ഇല്ല. നമുക്ക് നേരിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിലേക്ക് പോകാം. നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച ആ സ്പോട്ടിൽ തന്നെ ഇതിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് മനസ്സിലായിട്ട് ഉണ്ടാകും. ഓക്കെ, എങ്ങനെയാ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റും രാജൻ അക്കൗണ്ട് ക്രെഡിറ്റും. നിങ്ങൾ ഡേറ്റ് എഴുതണം, ഒക്കെ എഴുതണം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാജൻ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇതാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തേതിലേക്ക് പോകാം. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ 2000. ഇവിടെ സെയിൽസ് ആണ് നടക്കുന്നത്. മോഹൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കടത്തിന് സാധനം വിൽക്കുകയാണ്. കടത്തിന് സാധനം ഒരു വ്യക്തിക്ക് വിറ്റ് കഴിഞ്ഞാൽ ജേണൽ എൻട്രി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, റൈറ്റ് ഡൗൺ. മോഹൻ അക്കൗണ്ട് DR ടു സെയിൽസ്. എമൗണ്ട് എഴുതുക, തരംതിരിച്ചൊക്കെ കൃത്യമായിട്ട് എഴുതിയാൽ വളരെ നല്ലതാണ്. 3000, 3000, ഇവിടെ എത്രയാ? 2000. ഓക്കെ, അങ്ങനെ അതും ക്ലോസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും എഴുതുന്നില്ല, അതായത് നറേഷൻ പോലെയുള്ള സംഗതികളൊന്നും എഴുതുന്നില്ല. അതൊക്കെ നമുക്ക് അറിയാം. ഇവിടെ ആ നറേഷൻ അല്ല ഇമ്പോർട്ടൻസ്. സോ ഞാൻ തൽക്കാലം അതിനൊക്കെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ. ഇവിടെ മുതലാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രാജന്റെ അടുത്ത് നമ്മൾ സാധനം മേടിച്ചു എന്ന് ഇവിടെ പറഞ്ഞു. അതിനുശേഷം മറ്റൊരു സെയിൽസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം, അതായത് ഈ ട്രാൻസാക്ഷന്റെ ഡേറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേത് 1-ാം തീയതിയാണ്. ഏതോ ഒരു മാസം 1-ാം തീയതി വിചാരിച്ചു. ഇത് 3-ാം തീയതിയാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് 4-ാം തീയതിയാണ്. 4-ാം തീയതി, അതായത് 1-ാം തീയതി രാജന്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം കടത്തിന് മേടിച്ചു. പൈസ അവിടെ കൊടുത്തിട്ടില്ല, കടത്തിന് മേടിച്ചു എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 4-ാം തീയതി ആയപ്പോൾ ആ രാജന് നമ്മൾ ക്യാഷ് പേ ചെയ്യാണ്. ഓക്കെ, ക്യാഷ് പേ ചെയ്യുന്നത് അദ്ദേഹത്തിന് നേരിട്ട് ക്യാഷ് ആയിട്ട് കൊണ്ടു കൊടുക്കുകയല്ല ചെയ്യുന്നത്, ചെക്ക് എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് 3000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. നമ്മളെ ട്രാൻസാക്ഷൻ പ്രകാരം 1000 രൂപ ചെക്കായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ബാക്കി 2000 എവിടെ ഉണ്ട്, അത് പിന്നീട് കൊടുക്കുക, എന്തൊക്കെയോ ചെയ്യും, അതവിടെ കിട്ടെ. ഇവിടെ 1000 രൂപ കൊടുക്കുമ്പോൾ ഇഷ്യൂഡ് ടു രാജൻ, ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ ട്രാൻസാക്ഷൻ എഴുതണം. സാധാരണഗതിയിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ രാജൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റിൽ എന്ത് വരും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ നോക്കണം, ക്രെഡിറ്റിൽ ബാങ്ക് എന്നാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എഴുതി കാണിച്ച് തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ? ഞാൻ ഒരു വ്യക്തിക്ക് ചെക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം ആ ചെക്കും കൊണ്ട് നമ്മുടെ ബാങ്കിലേക്ക് പോകുന്നു. ബാങ്കിൽ നിന്ന് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുന്നു. അപ്പം ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. ഞാൻ ചെക്ക് കൊടുത്ത ദിവസം തന്നെയാണ് ഒരു വ്യക്തി ആ ചെക്ക് കൊണ്ട് ബാങ്കിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടു ബാങ്ക് എന്ന് കൃത്യമായിട്ട് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ബാങ്ക് ടു ബാങ്ക് അക്കൗണ്ട്. 1000 രൂപയാണ് പോകുന്നത്, 1000 അവിടെ എഴുതുക. ക്ലിയർ? ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനോ ഒന്നുമില്ല. ക്ലിയർ? ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകാം. 6-ാം തീയതിയുള്ള ട്രാൻസാക്ഷൻ, ചെക്ക് റിസീവ്ഡ് ഫ്രം രാജൻ. നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് തിരുത്തണം. അതായത് ചെക്ക് റിസീവ്ഡ് ഫ്രം രാജൻ എന്നുള്ളത് മാറ്റിയിട്ട് മോഹൻ എന്നാക്കുക. ഓക്കെ, എന്നോട് അബദ്ധത്തിൽ അത് അങ്ങനെ എഴുതി പോയതാണ്. ചെക്ക് റിസീവ്ഡ് ഫ്രം രാജൻ 1000 എന്നാണല്ലോ 6-ാം തീയതിത്തെ ഡേറ്റ് എഴുതിയത്. അത് നിങ്ങൾ മാറ്റിയിട്ട് ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ എന്നാക്കുക. ഓക്കെ,
മോഹൻ നമ്മൾ സാധനം വിറ്റു, മോഹന്റെ അടുത്ത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനുണ്ട്, അതിന് അദ്ദേഹം ഒരു ചെക്ക് എഴുതി തന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരി, അടുത്ത ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്ക്. ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ കഴിഞ്ഞതിന് ശേഷം ചെക്ക് റിസീവ്ഡ് ഫ്രം രാജൻ എന്നാണ് ഉള്ളത്. അവിടെ നിങ്ങൾ അത് മാറ്റിയിട്ട് ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ എന്നാക്കണം. കാരണം മോഹൻ നമ്മൾ സാധനം വിറ്റു എന്നും അതിനുശേഷം ആ പൈസ, അതിന്റെ പൈസ നമുക്ക് മോഹൻ ചെക്കായിട്ട് നിങ്ങൾക്ക് എഴുതി ഇങ്ങോട്ട് തരികയാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എന്നോട് പേര് അറിയാതെ രാജൻ എന്നായി പോയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രാജൻ മാറ്റിയിട്ട് മോഹൻ എന്നാക്കുക. 6-ാം തീയതിത്തെ ഡേറ്റും തൽക്കാലം ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള 2 ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതായത് 12-ാം തീയതി ഉള്ളതും അതുപോലെ തന്നെ 16-ാം തീയതി ഉള്ളതും. ഇത് 3ഉം വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. എങ്ങനെയാ റിലേറ്റഡ് ആവുന്നത്? സെയിൽസ് ചെയ്തു, ചെക്ക് കിട്ടി. ആ ചെക്ക് കിട്ടിയത് 6-ാം തീയതിയാണ്. അതിനുശേഷം 12-ാം തീയതി മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടിയ ചെക്ക് ഞാൻ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് അറിയുന്നത്, എപ്പോ 16-ാം തീയതി അറിയുന്നത്, ആ ചെക്ക് പ്രകാരം ആ ബാങ്കിൽ ക്യാഷ് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ, മോഹന്റെ കയ്യിൽ നിന്ന് ചെക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. ഇതുവരെ പഠിച്ച പ്രകാരം ആണെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചെക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടിയെന്നും ആ വ്യക്തിയെ ക്രെഡിറ്റും നമ്മൾ ചെയ്യും, അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, മോഹൻ അക്കൗണ്ട് ക്രെഡിറ്റ്, അങ്ങനെയാണ് ചെയ്യുക. അത് എപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞത്? കിട്ടിയ ചെക്ക് അന്ന് തന്നെ നമ്മൾ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലാണ് അങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ 6-ാം തീയതി നമുക്ക് ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ചെക്ക് നേരിട്ട് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നില്ല. അതെപ്പോഴാണ് നടക്കുന്നത്? 12-ാം തീയതിയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചെക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും ബാങ്കിൽ കിട്ടി എന്ന് എഴുതാൻ സാധ്യമല്ല. അന്നേരം വേറൊരു ജേണൽ എൻട്രിയാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചെക്ക് കിട്ടുമ്പോൾ ഞാൻ തൽക്കാലം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ അക്കൗണ്ട്. എത്രയാണ്? 1000 ആണെങ്കിൽ 1000. അല്ലെ? ഇത് ചെക്കാണ് സംഭവം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ അവിടെ ഓർമ്മിച്ച് വെക്കണം. എന്താ സംഭവിച്ചേ? എനിക്ക് ചെക്ക് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു ബാങ്കിലേക്ക് ഞാൻ അന്ന് കൊണ്ടുകൊടുത്തിട്ടില്ല, കിട്ടിയത് 6-ാം തീയതിയാണ്, അന്ന് ബാങ്കിൽ കൊണ്ടുകൊടുത്തിട്ടില്ല. സോ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാൻ പാടില്ല, പറ്റില്ല. പക്ഷേ ഈ ചെക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഒരു കടലാസാണ്, ഒരു വാലിഡ് ആണ്. അത് എപ്പം ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും എന്ന് കരുതി ബാങ്ക് എഴുതാൻ പാടില്ല. കാരണം ആ ചെക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത്, ബാങ്കിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ക്യാഷ് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ക്യാഷ് എഴുതുന്നത്? തൽക്കാലം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. ആ മിസ്റ്റേക്സ് ഞാൻ എന്ത് ചെയ്യുക, അടുത്ത ഘട്ടത്തിൽ പരിഹരിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് DR. ഈ ക്യാഷ് അക്കൗണ്ട് ആക്ച്വലി ക്യാഷ് കയ്യിലേക്ക് വന്നിട്ടില്ലേ, ഇത് ചെക്കാണ്. എന്നിട്ടും ആ ചെക്ക് നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് അത് എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റും എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുകയാണ്. ആക്ച്വലി ക്യാഷ് കയ്യിൽ വന്നിട്ടില്ല, ആ ചെക്ക് എന്നുള്ള കടലാസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ചെക്ക് ഉള്ളപ്പോഴും ഞാൻ ക്യാഷ് എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, 12-ാം തീയതി ആയപ്പോൾ ആ ചെക്ക് അല്ലെങ്കിൽ മറ്റു ചെക്കുകളൊക്കെ എടുത്തിട്ട് ബാങ്കിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. എന്തിന്? അത് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ പൈസ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വരും. ഓക്കെ, സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ചെക്ക് ഇങ്ങനെ പലപ്പോഴും നമുക്ക് കിട്ടും ബിസിനസ്സിൽ. ആ ഓരോ ദിവസവും കിട്ടുന്ന ചെക്ക് എടുത്ത് ബാങ്കിലേക്ക് പോകാനാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് ആഴ്ചക്ക് 1 വട്ടോ 2 വട്ടോ 3 അങ്ങനെ 2 വട്ടമൊക്കെ പോവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാങ്കിലേക്ക് ഈ ചെക്കും കൊണ്ട് നമ്മൾ പോവുള്ളൂ. അത് 16-ാം തീയതിയാണ് അല്ലെങ്കിൽ 12-ാം തീയതിയാണ് ആ ഡേറ്റ് എന്ന് വിചാരിച്ചു. ഇവിടെ 12-ാം തീയതി നമ്മൾ കിട്ടിയ ചെക്കുമായിട്ട് ബാങ്കിലേക്ക് പോവുകയാണ്. അങ്ങനെയാകുമ്പോൾ ബാങ്കിൽ ആ ചെക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യും. എൻ്റെ കയ്യിലുള്ള ചെക്ക് ഇപ്പം എങ്ങോട്ട് പോയി? ബാങ്കിലോട്ട് പോയി, അല്ലേ? എനിക്ക് ആ ചെക്ക് കിട്ടിയപ്പോൾ ഞാൻ ക്യാഷ് കിട്ടി എന്നാ എഴുതിയത്. ഇപ്പോ ഈ സാധനം ഞാൻ എന്ത് ചെയ്ത്, നേരെ ബാങ്കിൽ കൊണ്ടുകൊടുത്തു. അപ്പൊ ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ. അപ്പൊ ഈ സാധനത്തിനല്ലേ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ഇത് ടു അല്ലേ വരിക? കാരണം നേരത്തെ ഇത് കിട്ടിയപ്പോൾ ക്യാഷ് എന്ന് എഴുതി, അപ്പൊ ഇപ്പൊ അത് ബാങ്കിലോട്ട് പോവുകയാണ്. അപ്പൊ ടു എന്ന് പറഞ്ഞിട്ട് എന്തിനാ എഴുതുക? ടു ബാങ്ക്, ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ട് ആണ് ഡെബിറ്റിൽ ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഇവിടെ എന്താ സംഭവിച്ചത്?
നിങ്ങൾക്ക് ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടിയെന്നും ആ ചെക്ക് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി എന്നും കാണിച്ചു. അപ്പൊ എനിക്കൊരു വ്യക്തി 100 രൂപ തരാനുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു വ്യക്തിക്ക് 100 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ വ്യക്തി 100 രൂപ ഇങ്ങോട്ട് തരുന്നു, ഞാൻ ഈ പൈസ അങ്ങനെ തന്നെ എടുത്തിട്ട് മറ്റേ ആൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ ആദ്യം എന്തായിരുന്നു സിറ്റുവേഷൻസ്, അതുപോലെ തന്നെയല്ലേ ഇദ്ദേഹം പൈസ തരുന്നതിന് മുന്നിലുള്ള സിറ്റുവേഷൻസ്. എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, തന്നപ്പോൾ 100 അത് വീണ്ടും പോയി. ഓക്കെ, അതേ സിറ്റുവേഷൻസ് ആണ് ഇവിടെ. ഇവിടെ ഇത് കിട്ടി, ഇത് അങ്ങനെ തന്നെ പോയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് 1000 രൂപ കിട്ടി അല്ലെ, അതേ 1000 രൂപ ഇപ്പൊ എങ്ങോട്ട് പോയി, ബാങ്കിലോട്ട് പോയി. അപ്പൊ ആക്ച്വലി ആ കിട്ടി പോയി, ആ രണ്ട് സംഗതിയും ഇല്ലാണ്ടായി, ക്യാൻസലായി. കാരണം ഇവിടെ കിട്ടിയത് അങ്ങനെ പോയി. അപ്പൊ ശരിക്കും കിട്ടി പോയി എന്ന് പറയുമ്പോൾ അവിടെ 0 ആയി. പിന്നെ ബാക്കിയുള്ള എന്താ, ഇവിടെ ഡെബിറ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നും ക്രെഡിറ്റ് ആയിട്ട് ടു മോഹൻ എന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ആക്ച്വലി ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ അന്ന് തന്നെ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എഴുതുന്നത് എന്തായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ എന്നാണ്. ഇപ്പൊ ആക്ച്വലി അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ അല്ലെ. ഇത് രണ്ടും അങ്ങ് വെട്ടിപ്പോകുമ്പോൾ അങ്ങനെയാണ് അതിന്റെ ഫൈനൽ ആൻസർ അങ്ങനെ തന്നെയാ വരുന്നത്. നോക്ക്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ. അത് മോളും താഴെ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് ഇത് ഡെബിറ്റ് അങ്ങ് താഴെ, ഇത് മോളിലും ആയിപ്പോയത്. രണ്ട് ജേണൽ എൻട്രിയിലായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ആക്ച്വലി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് മോഹൻ എന്നാണ് അവിടെ ഉള്ളത്. ക്ലിയർ? അപ്പൊ ഇതാണ് സംഭവം എന്ന് കരുതിയിട്ട് നേരിട്ട് നിങ്ങൾക്ക് 6-ാം തീയതി തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ എന്ന് എഴുതണം. എന്നിട്ട് അത് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നും എഴുതണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ സബ്മിറ്റ് ചെയ്തു, ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആലോചിക്കണ്ട. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ആ അക്കൗണ്ടിലുള്ള പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് അത് മാറ്റും. ഓക്കെ, അങ്ങനെ 16-ാം തീയതി ആയപ്പോഴാണ് ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. എന്ത്, നിങ്ങൾ അന്ന് സബ്മിറ്റ് ചെയ്ത ആ അക്കൗണ്ടിൽ, അതായത് ഈ 1000 രൂപയുടെ ഈ ചെക്ക് ഉണ്ടല്ലോ, അതിൽ ഒരു പൈസ ഇല്ല, അത് മടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചെക്കിൽ ഒരു പൈസ ഇല്ല, മടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ബാങ്ക് അക്കൗണ്ട് ടു മോഹൻ എന്ന് പറഞ്ഞ ആ സംഭവം പിന്നെ നടന്നിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളിത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടിയെന്ന് കാണിച്ചാണ്. ആക്ച്വലി ഇപ്പൊ അങ്ങനെ ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. 16-ാം തീയതി ആ ചെക്ക് മടങ്ങി, ഡിസോണേർഡ് ആയി, പൈസ ഇല്ലാത്തത് മടങ്ങി, റിട്ടേൺ ചെയ്യപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും മോഹൻ ഇവിടെ തന്നു എന്നുള്ളത് തന്നിട്ടില്ല എന്ന് തന്നെയായി മാറണം. പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകണം, ഈ സെയിൽ ചെയ്ത പാടുള്ള അവസ്ഥയിലേക്ക് മാറണം. ഈ 1000 തന്നു എന്ന് പറയുന്നത് തന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് മാറണം. അപ്പൊ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവിടെ എന്താണോ ജേണൽ എൻട്രി അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അല്ലെ. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, മോഹൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 1000. എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഇവിടെ എന്താ സംഭവിച്ചത്, മോന്റെ അടുത്ത് ബാങ്കിലേക്ക് ചെക്ക് കിട്ടി അല്ലെങ്കിൽ ക്യാഷ് കിട്ടി എന്നാണ് ഇവിടെ നമ്മൾ എഴുതിയത്. അത് 16-ാം തീയതി ആയപ്പോഴാണ് അതിൽ പൈസ ഇല്ലാന്ന് ബാങ്ക് നമ്മളെ ഇൻഫോം ചെയ്യുന്നത് അല്ലെ. ബാങ്ക് തിരക്കൊക്കെ ഉണ്ടാവും, അന്നേരം നമ്മൾ പെട്ടെന്ന് അക്കൗണ്ട് നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. 16-ാം തീയതിയാണ് നമുക്ക് ആ മെസ്സേജ് കിട്ടുന്നത്. എന്ത്, നിങ്ങൾ തന്നെ സബ്മിറ്റ് ചെയ്ത ചെക്കിൽ അവിടെ ബാങ്കിൽ പൈസ ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതി വെച്ച ട്രാൻസാക്ഷൻ ഇല്ല, തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് പൈസ വന്നിട്ടില്ല എന്നാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ കിട്ടി എന്നുള്ള ട്രാൻസാക്ഷനെ നേരെ ഓപ്പോസിറ്റ് എഴുതിക്കൊണ്ട് അങ്ങനെ അത് മാറ്റണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് ഇത് സംഭവം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇതിനെ നേരെ ഇങ്ങനെ അങ്ങ് വെട്ടിക്കളയാനൊന്നും അക്കൗണ്ടൻസിയിൽ പറ്റില്ല. ഒരു ജേണൽ എൻട്രി എഴുതി അത് സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറ്റൊരു ജേണൽ എൻട്രി അതിനെ എഴുതിയതിന് ശേഷം അതിനെ റെക്ടിഫൈ ചെയ്യുക, തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ കൊണ്ടാച്ച് വെട്ടാൻ പാടില്ല. അങ്ങനെ വെട്ടുന്ന പരിപാടി എവിടെ ഇല്ല. ഇങ്ങനെ ട്രാൻസാക്ഷൻസിന്റെ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആ വെട്ടുന്ന പരിപാടി അക്കൗണ്ടൻസിയിൽ ഇല്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് എൻട്രി ചെയ്യുക, അതിനെ റെക്ടിഫൈ ചെയ്യുക, തിരുത്തുക. തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നിട്ടില്ല എന്നാക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇനി കൊടുത്തത് കൊടുത്തിട്ടില്ല എന്നാക്കണമെങ്കിൽ ആ കൊടുത്തതിന്റെ എൻട്രിക്ക് പകരം അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി എഴുതുക. അതേ എമൗണ്ട് എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താവും, ക്യാൻസൽ ആവും. ക്ലിയർ? അപ്പൊ ഇതാണ് ഈ ട്രാൻസാക്ഷനെ കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ സെയിൽ ചെയ്തു, അപ്പോൾ മോഹൻ അക്കൗണ്ട് ടു സെയിൽസ്, ഓക്കെ, കറക്റ്റ് ആണ്. പിന്നീട് 6-ാം തീയതി ആയപ്പോഴാണ് എന്ത് ചെയ്തത്, മോഹൻ അതിന്റെ ചെക്ക് ഇങ്ങോട്ട് തരുന്നത്. അപ്പൊ ചെക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അന്ന് ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ടില്ല. നമുക്കറിയാം, എൻ്റെ അടുത്ത് കിട്ടിയ ചെക്കും കൊണ്ട് ഞാൻ ബാങ്കിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ബാങ്കിൽ കിട്ടിയെന്ന് എഴുതുന്നില്ല, പകരം ക്യാഷ് അക്കൗണ്ട് DR ടു മോഹൻ എന്ന് എഴുതുന്നു.
ഈ ക്യാഷ് എന്നുള്ളത് ചെക്ക് കടലാസായിട്ട് നമ്മളെ കയ്യിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ക്യാഷ് ആയിട്ടും ആക്ച്വലി കിട്ടിയിട്ടില്ല. അത് തെറ്റാണെന്ന് തന്നെ വിചാരിച്ചു. പിന്നീട് നമ്മൾ 12-ാം തീയതി ആയപ്പോൾ ഈ ചെക്ക് എന്ന് പറയുന്ന സംഗതി ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിൽ ആ പൈസ വരുന്നു. കാരണം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ആണ് ആ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്, അല്ലെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കേണ്ടത് മോഹന്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നാക്കുന്നു. കാരണം നമുക്ക് ഇത് ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടിയെന്നാണ്. അപ്പോൾ ആ കിട്ടിയ ചെക്കാണ് ഇപ്പം ബാങ്കിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഈ സംഗതി തന്നെയായിട്ട് ഇവിടെ കാണിക്കണം, ക്രെഡിറ്റ്. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് അടുത്ത ദിവസം 16-ാം തീയതി ലാസ്റ്റ് ഡേക്ക് എന്ത് ചെയ്യുന്നത്, ആ സബ്മിറ്റ് ചെയ്ത ചെക്കിൽ അല്ലെങ്കിൽ പിന്നെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ബാങ്ക് നമ്മളെ അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഓൾറെഡി നമ്മൾ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരുത്തണം. അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയതിന്റെ എൻട്രിയുടെ റിവേഴ്സ് എൻട്രിയാണ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസിന്റെ 2-ാമത്തെ ക്ലാസ് അല്ലെങ്കിൽ 2-ാമത്തെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് സെയിൽസ് ചെയ്യുന്നത്, ഇത് അതിന്റെ ചെക്ക് കിട്ടുന്നത്, ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഡേറ്റിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴാണ് ആക്ച്വലി ബാങ്കിൽ പൈസ ഇല്ല എന്ന് അറിയുന്നത്. അതാണ് ഈ ലാസ്റ്റ് സംഗതി. ഇങ്ങനെയൊക്കെ കടകളിൽ ബിസിനസിന്റെ ഇടയിൽ നടക്കും. ഓക്കെ, അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഉണ്ടായിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. കണ്ടിട്ടില്ലെങ്കിൽ അല്ല മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇതൊന്നുകൂടി കേൾക്കുക. അപ്പൊ മനസ്സിലാവും ഇത് ചെറിയ ക്ലാസ് ആണ്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.